ഹലോ എന്തെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ ഇന്ന് ഈദ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിൻ്റെ തലേന്ന് നോമ്പ് തുറക്കുമ്പോഴാണ് കേട്ടോ മാസപ്പുറ കണ്ടത്. അപ്പോൾ ടി വിയിൽ ന്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ മാസപ്പുറ ഉണ്ട് എന്ന് കണ്ടപ്പോൾ എല്ലാവരും വേഗം നോമ്പൊക്കെ തുറന്ന് ബാക്കി പെരുന്നാളിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇതാ മക്കൾസൊക്കെ മൈലാഞ്ചി ഇടാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഫസ്റ്റ് യൂസിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. യൂസിന് മൈലാഞ്ചി ടൈമിൻ്റേക്ക് എൻ്റെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാൻ്റെ പെങ്ങളും മോനും അതേപോലെ ഉപ്പാപ്പൻ്റെ മരിയനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും വന്ന് കുറേ കഥയൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഞാൻ കളിയാക്കാണ് കേട്ടോ. ഞാൻ രണ്ടാളും ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോയത്. അതിനുശേഷം പിന്നെ കുട്ടികളെല്ലാം കൂടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ പെരുന്നാൾ ക്ലീനിങ് ആണ് കേട്ടോ. അങ്ങനെ മക്കൾസ് എല്ലാവരും കൂടെ ഇന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ അടുക്കളയിലേക്ക് പോയപ്പോൾ ഉമ്മണ്ട് പിറ്റേത്തേക്കുള്ള മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ യൂസിന് മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൈയും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പെരുന്നാൾ രാവിലെ ഞങ്ങൾ കോഴിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി ചോറൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ പിറ്റേത്തേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ മീനിലേക്കുള്ള മുളകൊക്കെ ഒന്ന് തേച്ച് അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ബീഫ് വരട്ടാനുള്ള ബീഫൊക്കെ ഒന്നുമ്പോൾ എല്ലാം പൊടികളൊക്കെ ഇട്ട് നല്ലോണം ഞെരടി എടുക്കുന്നുണ്ട്. കൈ കൊണ്ട് ഞെരടിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫിന്. അപ്പോൾ റെസിപ്പി വേണ്ടിയവർ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ ബീഫൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം അനിയത്തിയുടെ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുകയാണ്. അറേബ്യൻ പുഡിങ് കേട്ടോ. നാസ് ബക്കറിൻ്റെ റെസിപ്പി കണ്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു പുഡിങ്. പിന്നെ ഫസ്റ്റ് ബ്രെഡ് വെച്ച് അതിലേക്ക് പിന്നെ കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ച് അതൊന്ന് സെറ്റായതിന് ശേഷം പിന്നെ ഫ്രഷ് ക്രീമും പിന്നെ പാലൊക്കെ വെച്ചിട്ടുള്ളൊരു മിക്സ് കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ പുഡിങ്ങിലേക്ക് ഒഴിച്ച ബാക്കി മിക്സ് മക്കൾ ബ്രെഡൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ അടുത്ത പുഡിങ്ങിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, റാഫലോ പുഡിങ്ങിലേക്കുള്ളത്. അപ്പോൾ അതൊക്കെ മെൽറ്റ് ആയതിനു ശേഷം ക്രീമും ബീറ്റ് ചെയ്ത് അതിലേക്ക് കോക്കനട്ട് പൗഡറൊക്കെ ഇട്ട് പുഡിങ് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ബീഫിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചൂടോടെ ഒരു കോരി ചോറിട്ട് തിന്നാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു പീസ് ചിക്കനൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ചോറൊന്ന് കഴിക്കുകയാണ്. അപ്പോഴേക്ക് പിന്നെ കസ്റ്റേർഡിൻ്റെ മേലെ വയ്ക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും പാലും കൂടെ ഉള്ളൊരു മിക്സാണ് കേട്ടോ. പിന്നെ രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോൾ രാത്രിയത്തെ ഫുഡ് കഴിക്കുകയാണ്. പപ്പടവും കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എൻ്റെ മക്കൾക്കുള്ള മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ സമയത്താണ് മാമൻ വന്നത്. അപ്പോൾ മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ അതാ ചായ കുടിക്കുകയാണ്. ഉപ്പയും മക്കളും കൂടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ചായക്ക് പഴംവാട്ടിയും മുട്ട പുഴുങ്ങിയതായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി കുടിച്ചു. പിന്നെ ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉമ്മ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലത്തെ കാൽച്ചായ മുട്ട പുളിച്ചയും കല്ലുംക്കായും പിന്നെ ഒരു കോഫിയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ അപ്പോഴേക്കും മക്കൾസൊക്കെ പെരുന്നാൾ നിസ്കരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മാറ്റാൻ വേണ്ടി തുടങ്ങി കേട്ടോ. പിന്നെ ഇത് അനിയത്തി ചൂടോടെ മുട്ട സിർക്ക പൊരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ അപ്പോഴേക്കും ഉപ്പാക്ക് പള്ളിയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ പള്ളിയിലേക്കും പോയി. പിന്നെ അതിന് ശേഷം പിന്നെ അകൊക്കെ ഒന്ന് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും മക്കൾ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാളും വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ അവർ ഫോട്ടോ സെക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉമ്മ ബിരിയാണിയിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് മീൻ ബിരിയാണിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ യൂസ് ചെയ്താൽ മൈലാഞ്ചി ചോന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട്. രണ്ട് കൈയും നല്ലോണം ചോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ പൊരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്ക് പിന്നെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. മാമൻ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ മാമൻ വന്ന് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. പിന്നെ അതിന് ശേഷം പിന്നെ എളാമാൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് കളിയാക്കാണ് കേട്ടോ. പിന്നെ ഇത് അടുത്ത വീട്ടിലെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഓരൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ രാവിലത്തെ നാസ്ത കഴിക്കുക. മുട്ട സിർക്കയും മടക്കുവത്തിരി പിന്നെ ചിക്കൻ പൊരിച്ചതും ബീഫ് കറി കൂടാണ് കേട്ടോ ഉള്ളത്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളെ മോനും പിന്നെ പെങ്ങളെ മോളെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് പുഡിങ്ങൊക്കെ കൊടുത്തിട്ടോ. അതിന് ശേഷം പിന്നെ അനസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാപ്പാൻ്റെ മരിയോനാണ്. അപ്പോൾ ഓന് ചോറ് മുമ്പെയാണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചോറൊക്കെ തിന്നു. മീൻ ബിരിയാണി അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ കുട്ടികളൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഈദ് വ്ളോഗാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതാ പുഡിങ്ങിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം. അപ്പോൾ ഇത് റാഫലോ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ.